എന്താ ഈ ആലോചിക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിരന്തരം കേൾക്കുന്നൊരു ചോദ്യമാണോ? എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളും ഒരു ഓവർ തിങ്കിങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്നുള്ള കാര്യം. ഈ ഒരു ഓവർ തിങ്കിങ് നമുക്ക് വരാനുള്ള കാരണങ്ങളും എന്തൊക്കെ ചെയ്താലാണ് ഈ ഒരു ഓവർ തിങ്കിങ് എന്ന് നമ്മൾ രക്ഷപ്പെടാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ വിദ്യ. ഫസ്റ്റ്, നമ്മൾ ഓവർ തിങ്കിങ്ങിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 1 നോർമൽ തിങ്കിങ്, 2 ക്രിട്ടിക്കൽ തിങ്കിങ്, 3 ഓവർ തിങ്കിങ്. ഫസ്റ്റ് വൺ, നോർമൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ട് ഒരു ചിന്ത കടന്നു വരുന്നു. പക്ഷേ നമ്മൾ ചെയ്യുന്ന വർക്കിനെയും ബാധിക്കാതെ നമ്മളെയും ബാധിക്കാതെ ഒരു ചിന്ത അങ്ങനെ കടന്നു പോകുക എന്നുണ്ടെങ്കിൽ അതാണ് നോർമൽ തിങ്കിങ്. ഇനി ക്രിട്ടിക്കൽ തിങ്കിങ്, നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചിന്ത നമ്മുടെ മൈൻഡിലേക്ക് കടന്നു വരുന്നു, പക്ഷേ അതിനുള്ള സൊല്യൂഷനും അപ്പം തന്നെ നമുക്ക് കിട്ടുന്നു എങ്കിൽ അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. 3 ഓവർ തിങ്കിങ്. ഈ ഓവർ തിങ്കിങ് നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ട് കടന്നു വരുന്നു, എന്നിട്ട് നമ്മളെ അത് ശാരീരികമായും മാനസികമായും തളർത്തുന്നു. നമുക്ക് ആ ഒരു ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ എന്തോ ഒരു വലിയൊരു പ്രശ്നത്തിൽ കുടുങ്ങിയ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു എങ്കിൽ ഇതാണ് ഓവർ തിങ്കിങ്. നമ്മളെ ഒരു വിധത്തിലും ബാധിക്കാത്ത ചിന്തകളാണ് നോർമൽ തിങ്കിങ്. പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നവയാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്മളെ ശാരീരികമായും മാനസികമായും തളർത്തുന്ന ചിന്തകളാണ് ഓവർ തിങ്കിങ്. ഒരു വ്യക്തി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അധികമായി ചിന്തിക്കുന്നത്? അധികമായി ചിന്തിക്കാനുള്ള കാരണങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, നമ്മുടെ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കൈപ്പേറിയ സംഭവങ്ങൾ. നമ്മൾ പലപ്പോഴും പലരോടായിട്ടും പറയാറുള്ളൊരു കാര്യമാണ് പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് നടന്നതല്ലേ, ഇനി മറന്നേക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. കഴിഞ്ഞ കാര്യങ്ങൾ അവരെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടോ അത്രത്തോളം അവർക്കത് മറക്കുന്നതും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അത് കാരണം കൊണ്ട് തന്നെ അമിതമായ ഒരു ചിന്തയും അവർക്ക് വന്നുകൂടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. 2, ഭാവിയെക്കുറിച്ചുള്ള ഭയം. കഴിഞ്ഞുപോയ കാര്യങ്ങൾ എത്രത്തോളം ഒരു വ്യക്തിയെ ബാധിക്കുന്നുവോ അത്രത്തോളം ഭാവിയെക്കുറിച്ചുള്ള ഒരു ഭയവും ഒരു വ്യക്തിയെ ബാധിക്കുന്നതായിരിക്കും. എപ്പോഴെങ്കിലും ഈ ഒരു ചിന്ത വരുന്നത് നല്ലതാണ്, കാരണം അത് നമ്മളൊരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു വേയിലൂടെ കൊണ്ടുപോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ തുടർച്ചയായിട്ട് ഈ ഒരു ചിന്ത വരിക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള പേടി നമുക്കുണ്ടാകും. അതുമൂലം ഓവർ തിങ്കിങ്ങും വരും. 3, നമ്മളുടെ ആരോഗ്യാവസ്ഥ. നമുക്ക് ഓവർ തിങ്കിങ് വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവും, മനസ്സിനെ ആ ഒരു കാര്യം വല്ലാതെ എഫക്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചിന്തിച്ചവരുണ്ടാവാം. പക്ഷേ നമ്മുടെ ആരോഗ്യാവസ്ഥ നല്ലതല്ലെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു ഓവർ തിങ്കിങ് വരാമെന്നാണ് പറയുന്നത്. 4, അബ്യൂസ്ഡ് ചൈൽഡ്ഹുഡ്. നമ്മളെല്ലാവർക്കും ഒരേപോലെയുള്ളൊരു ഫാമിലി ലൈഫ് ആവില്ല ചെറുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടാവുക. ചിലർക്ക് പീസ്ഫുൾ ആയിട്ടൊരു ഫാമിലി ലൈഫ് ആവും കിട്ടിയിട്ടുണ്ടാവുക. ചിലർക്ക് ചെറുപ്പത്തിലൊരു ഫാമിലി ലൈഫ് അത് കറക്റ്റ് അല്ല, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അത് കറക്റ്റ് അല്ല എങ്കിൽ നമ്മുടെ ഭാവിയിൽ നമുക്ക് ഓവർ തിങ്കിങ് അധികമായി വരുമെന്നാണ് പറയുന്നത്. ഇനി 5, ഏകാന്തത. അതായത് നമുക്ക് ഒരു വിധത്തിലുള്ള വർക്കൊന്നും ഇല്ല എങ്കിൽ, ആരുമായും നമ്മൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ ഇല്ലാത്ത പ്രോബ്ലംസൊക്കെ നമുക്ക് ഫീൽ ആവും. സോ ഏകാന്തതയിലായിരിക്കുന്നവർക്കും ഈ ഒരു ഓവർ തിങ്കിങ് അധികമായി വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു 5 കാര്യങ്ങളല്ലാതെ ഇനിയും കുറേ കാരണങ്ങൾ കൊണ്ട് ഒരു വ്യക്തിക്ക് ഓവർ തിങ്കിങ് വരാം. ഇപ്പോൾ ഒരു വ്യക്തി ഞാൻ ഓവർ തിങ്കിങ്ങിനാൽ ബാധിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളൊരു ഫിസിഷ്യനെ കാണിക്കുന്നതായിരിക്കും നല്ലത്. അവർ പറഞ്ഞു തരും നമുക്ക് അടുത്തത് നമ്മൾ ആരെയാണോ കാണിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാം, അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആവാം. ആരെയാണോ കാണിക്കേണ്ടതെന്നുള്ളത് അവർ പറഞ്ഞു തരും. ഓക്കെ, 3/4 പേരും ഇതിനായിട്ട് നമുക്ക് മെഡിസിൻസ് ഒന്നും പ്രിസ്ക്രൈബ് ചെയ്യത്തില്ല. പകരം നമുക്ക് കുറച്ച് പ്രാക്ടീസ് തരും. ഓക്കെ, ഈ ഒരു ഓവർ തിങ്കിങ്ങിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പ്രാക്ടീസ് അവർ തരും. ഈ ഒരു പ്രാക്ടീസ് കറക്റ്റായിട്ട് ചെയ്യുന്നുവെങ്കിൽ ഈ ഒരു അമിതമായി ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ഈ ഒരു ഓവർ തിങ്കിങ്ങിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരാൻ പറ്റുക, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് നമ്മൾ പുറത്തേക്ക് കടക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നതാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, അക്സെപ്റ്റൻസ്, ആക്ഷൻ ആൻഡ് ആംബിഷൻ. നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കൈപ്പേറിയ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒരു വട്ടം നിങ്ങൾ അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ഓവർ തിങ്കിങ്ങിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ എല്ലാ സിറ്റുവേഷൻസിലും നമ്മൾ ഈ ഒരു കാര്യം അംഗീകരിച്ച് കൊടുക്കാതെ നമ്മളതിനെ പ്രതിരോധിക്കേണ്ടതും അത്യാവശ്യം തന്നെ ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മളോട് തന്നെ പെറുപെറുക്കാതെ അതിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അതാണ് ആക്ഷൻ. ചില സമയത്ത് ആക്ഷൻ എടുക്കാനും പറ്റാതെ നമ്മളത് നടന്ന ആ ഒരു കാര്യം അംഗീകരിക്കാനും വയ്യാത്ത ഒരു സിറ്റുവേഷൻസ് വരും. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് മൂവ് ഓൺ ആവുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു ലക്ഷ്യം സ്ഥാപിച്ചെടുക്കുക. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ ആ ഒരു പാതയിലൂടെ പോകുമ്പോൾ ഓൾറെഡി നമുക്ക് നടന്ന ആ ഒരു കൈപ്പേറിയ സംഭവം ഓവർ തിങ്കിങ്ങിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കത്തില്ല. ഇതാണ് ആംബിഷൻ. സോ എപ്പോഴൊക്കെ നിങ്ങൾ ഓവർ തിങ്കിങ്ങിന് ഇരയാവുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ ഒരു AAA ഫോർമുല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്പർ 2, നിങ്ങൾ സങ്കടപ്പെടാനായിട്ട് നിങ്ങളൊരു ടൈം നിങ്ങൾ മാറ്റി വയ്ക്കുക. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഫണ്ണി ആയിട്ട് തോന്നുമെങ്കിലും ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എന്തെങ്കിലും സങ്കടം കടന്നു വരും. അപ്പോൾ ആ വർക്കിനെയും ബാധിക്കും, നമ്മളെയും അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സങ്കടം നമ്മൾ ഈ ഒരു ടൈമിലേക്ക്, അല്ലെങ്കിൽ രാത്രി ഒരു 9:30 to 10 മണി ആ ഒരു ടൈമിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ദിവസത്തിൽ ആ ഒരു ടൈമിലേക്ക് സങ്കടപ്പെടാമെന്ന് കരുതി വെച്ച് ആ ഒരു ടൈം എത്തുമ്പോൾ നമുക്ക് ഈ ഒരു സങ്കടം നമ്മുടെ മൈൻഡിലേക്ക് വരില്ല. ഓക്കെ, ദിവസപ്പോക്കിൽ ഈ ഒരു സങ്കടപ്പെടാനായിട്ട് നമ്മൾ മാറ്റി വെച്ച ആ ഒരു ടൈമും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയും. 3, വോയിസ് റെക്കോർഡ് പ്രാക്ടീസ്. എപ്പോഴൊക്കെ നിങ്ങൾ അധികമായി ചിന്തിക്കാൻ തുടങ്ങുന്നുവോ അപ്പോഴൊക്കെ ഈ ഒരു ചിന്ത അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് ഒരു വോയിസ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് കുറേ കഴിയുമ്പോൾ അതൊന്ന് കേട്ട് നോക്കുക. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് 2 കാര്യം മനസ്സിലാവും. 1, ഞാൻ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, എന്തിനാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാവും. 2, ഇതൊക്കെ ഒരു പ്രശ്നമാണോ, ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ എന്നൊരു സത്യവും കൂടെ നമുക്ക് മനസ്സിലാകും. ഈ ഒരു 2 സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഈ ഒരു ഓവർ തിങ്കിങ്ങിന് ഫുൾ സ്റ്റോപ്പ് വീഴും. ഓക്കെ. 4, ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് പോലെ തന്നെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെയാണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഈ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഓവർ തിങ്കിങ്ങിന് അധികമാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഗുഡ് ന്യൂസുകൾ, നല്ല നല്ല വാർത്തകളായിക്കോട്ടെ, നമ്മൾ സംസാരിക്കുന്നതായിക്കോട്ടെ പറയാൻ വേണ്ടിയിട്ടും കേൾക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കാം. ഓക്കെ. സോ ഇങ്ങനെയുള്ള സമയത്ത് ഓൾറെഡി ഓവർ തിങ്കിങ്ങിലായിരിക്കുന്ന പേഴ്സൺസ് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം കേൾക്കുമ്പോൾ ഒന്നും കൂടി ഓവർ തിങ്കിങ്ങിലാവും. അതുകൊണ്ട് നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കുന്നതും പറയുന്നതും അവോയ്ഡ് ചെയ്യാം. എന്നും കുറച്ച് സമയം നമ്മൾ ഈ ഒരു ഓവർ തിങ്കിങ്ങിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നും കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടുവരിക. ദിവസവും ഒരു കുറച്ച് ടൈം ഇതിനായിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ ഒരു ടൈമിൽ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഓവർ തിങ്കിങ് എന്തിനാലാണ് വരുന്നത്, അതിനെ എന്തൊക്കെ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ഓവർകം ചെയ്യാമെന്നതാണ് ഈ ചെറിയൊരു വീഡിയോയിലൂടെ പറഞ്ഞത്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്